ഹലോ പ്രിയപ്പെട്ടവരെ, ഇതാണ് എൻ്റെ ഗ്രാമം. കാണാനൊക്കെ നല്ല അഴകുള്ള, വളരെ വർണ്ണിക്കാൻ വാക്കുകളില്ല. നിങ്ങൾ വീഡിയോ കണ്ടാൽ തന്നെ അറിയില്ലേ, കുറേ വാഴത്തോട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ടവരെ, ഈ തോടും അതുപോലെ തന്നെ ഈ തെങ്ങും ഈ പാടമൊക്കെ, ഇതിനൊക്കെ പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഞങ്ങൾ കുട്ടിക്കാലം ഇവിടെ ചിലവഴിച്ചതാണ്. കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും ദുഃഖങ്ങളൊക്കെ ഇവിടെ ആരും അറിയാതെ ഇവിടെ കൊണ്ട് ഒഴുക്കിക്കളഞ്ഞ ഒരുപാട് വേദനകളുണ്ട്. ദുഃഖമായാലും സങ്കടമായാലും ഒക്കെ വന്നിരിക്കാറുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ടായിരുന്നു. ഈ ഷെഡിൽ കുറേ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് ഇരുന്നിട്ട് സൊറവറൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. പരസ്പരം ഓരോ കളിതമാശകൾ, ചെറുപ്പത്തിലൊക്കെ സ്കൂൾ പഠിച്ചിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഞങ്ങളെപ്പോഴും പറഞ്ഞ് തർക്കിക്കുമായിരുന്നു, കളിക്കുമായിരുന്നു. ഒരുപാട് അനുഭവങ്ങളുള്ള സ്ഥലമാണ്. ഞാൻ പലപ്പോഴും ഈ ഭാഗങ്ങളിലൊക്കെ ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് വന്ന് ഇരിക്കാറുണ്ട്. അത് വേറെ ഒന്നുമുണ്ടല്ല, ജീവിതത്തിൽ എവിടെ എത്താത്ത സമയങ്ങളിലൊക്കെ കുറ്റപ്പെടുത്തലുകളിൽ വേട്ടയാടൽ ഏറ്റിട്ട് വല്ലാത്ത വേദനകൾ സഹിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ട ഒരു സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാറാണ്. ഇളം കാറ്റിങ്ങനെ തലയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആരോ വന്ന് തലയിൽ തഴുകി തലോടുന്ന പോലെയാണ് എനിക്കന്ന് ഫീൽ ചെയ്തത്. കാരണം തൊഴിലില്ലാത്ത വേദന കൊണ്ട് ഒരുപാട് ജീവിതം വിഷമിക്കപ്പെട്ട എല്ലാം കൊണ്ടും ഏറ്റുവാങ്ങിയ ഒരാളാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇവിടെ വന്നിരിക്കാറും ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സമാധാനം വന്ന് കിട്ടുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ഥലം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലും അങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ടാവും ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. പ്രത്യേകിച്ചിട്ട് വല്ലാത്തൊരു രസം ഇവിടെ ഈ തോടിനോട് ചേർന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് ചെരിഞ്ഞ ചില തെങ്ങുകളും അതിനോട് തൊട്ടടുത്തുള്ള പള്ളി കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട് നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. ഇപ്പം ഇങ്ങനെയുള്ള വരമ്പുകളും കവുങ്ങും തോട്ടങ്ങളും നമുക്ക് ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്ന് കാണാൻ കഴിയില്ല. കാരണം എന്താ, ഒക്കെ പട്ടണങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല ഭംഗിയില്ല ഇതൊക്കെ കാണാൻ. എന്ത് രസമാണ് ആലോചിച്ച് നോക്കി. നമ്മളെ സ്ഥലം അങ്ങനെ ഓരോ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കണം. സെൽഫി എടുക്കാറുണ്ട് പല ആളുകളും, പലയിടത്തും നിന്നിട്ട് പല ഭാഗങ്ങളിൽ നിന്നിട്ട്. നല്ല സ്ഥലങ്ങൾ കാണുമ്പോഴൊക്കെ സെൽഫി എടുക്കാനൊക്കെ വല്ലാത്ത താല്പര്യം. ഫോട്ടോ ഇതിനോടൊന്നും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ ഇതിനോടൊക്കെ നല്ല താല്പര്യമുള്ള ആളുകളുണ്ടാവും. പക്ഷേ നമ്മളെ സ്ഥലം കൂടി ഒന്ന് ആസ്വദിക്കുക. കണ്ടോ, ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് നോക്കിയേക്ക്. അടിപൊളിയല്ലേ കാണാൻ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ, ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഉണ്ടാകാതിരിക്കില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിനൊക്കെ പ്രയാസങ്ങളൊക്കെ വന്ന യാത്രകൾ ചെയ്യുക. അപ്പോൾ ആ മനസ്സിൻ്റെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളായ സംഗതികളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോവും, പ്രയാസങ്ങളൊക്കെ. പിന്നെ മനസ്സും ശരീരമൊക്കെ ഒന്ന് റിഫ്രഷായിട്ട് ഇങ്ങനെ വരും. ഇതിൽ വാഹനങ്ങളില്ലാത്ത സമയങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കാറാണ്. പല ആളുകളും ഭ്രാന്താന്ന് പറയാറുണ്ട്. പക്ഷേ എവിടേക്കെങ്കിലൊക്കെ ഇങ്ങനെ പോവും. അത് നടന്നിട്ടാണെങ്കിലും ശരി, വണ്ടിയിലാണെങ്കിലും ശരി, സമാധാനം കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല സ്ഥലങ്ങൾ നോക്കും, അവിടെ പോയിരിക്കും, കാഴ്ചകൾ ആസ്വദിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.